അനി ഈ കുറുവാ സംഘം എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട്ടിലെ കുപ്രസിദ്ധമായ തിരുട്ട് ഗ്രാമങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രദേശത്ത് നിന്ന് വരുന്നതാണ്. അവർ ഈ മുത്തശ്ശി കഥകളിലോ സിനിമാ കഥകളിലോ ഒക്കെ ഈ മോഷ്ടാക്കളെ നമ്മൾ പലപ്പോഴും ധീരന്മാരായൊക്കെ ചിത്രീകരിക്കാറുണ്ട്. പക്ഷേ ഇവരങ്ങനെയല്ല, ഇവരൊന്നും ധീരന്മാരല്ല. മാത്രവുമല്ല അവർ എന്ത് ആക്രമണവും നടത്താൻ മുതിരുന്നവർ ആണ്. അതിൽ കായികമായി ശേഷിയുള്ളവരാണ്. പാരമ്പര്യമായി മോഷണവുമായി ബന്ധപ്പെട്ട കുറേയേറെ തന്ത്രങ്ങളൊക്കെ അവർക്കറിയാം. ഒപ്പം ആധുനിക സംവിധാനങ്ങളും അവർ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ സംഘത്തിൽ പ്രായമായവരുണ്ടാകാം, ചെറുപ്പക്കാർ ഉണ്ടാകാം. അങ്ങനെയാണല്ലോ അവരുടെ ഒരു രീതി. ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ മോഷണം നടക്കുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ സ്ഥലത്തൊക്കെ പോയി പിടികൂടുക എന്നതിനപ്പുറത്ത് ഇവരുടെ സങ്കേതങ്ങൾ എവിടെയാണ്, ഇവർ പകൽ എവിടെയാണ് തങ്ങുക, അങ്ങനെയുള്ള നിരീക്ഷണത്തിലേക്ക് അന്വേഷണ സംഘം പോകുന്നുണ്ടോ? അഭിലാഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇവര് ഈ രാത്രിയിൽ പലരും പല രീതിയിലേക്ക് മാറും, ഇവര് മോഷ്ടാക്കളായി തന്നെ മാറും. പക്ഷേ അതിനപ്പുറം ഇവർ ഈ പകൽ ഇത് എന്ത് ചെയ്യുന്നു, എവിടെയാണ് ഇവർ ഇരിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇതിൽ പകൽ അവർ എങ്ങനെ കഴിയുന്നു എന്നതാണ് പ്രധാനമായിട്ട് തന്നെ ശ്രദ്ധിക്കുന്നത്. അവർ എന്ത് ജോലിയെടുത്ത് അവർ പകലിൽ നിൽക്കുന്നു. ഒപ്പം തന്നെയും നേരത്തെ സംസാരിച്ചതുപോലെ ഇവർ ഈ പകൽ സമയത്ത് ഈ പരിസരങ്ങൾ ചുറ്റിക്കറങ്ങുകയും നിരീക്ഷണം നടത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എങ്ങനെയാണ്, ഏത് വേഷത്തിൽ അവർ ഇവിടേക്ക് എത്തുന്നു, അതപ്പോൾ സ്ഥിരമായി ഈ പ്രദേശത്ത് കാണാത്തവർ അടുത്തിടെ മാത്രം വന്ന് കണ്ടുപോകുന്നവരെല്ലാം തന്നെ നിരീക്ഷിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഈ ആക്രി പെറുക്കുന്ന സംഘങ്ങളടക്കം ഇത്തരം ഈ നിരീക്ഷണത്തിലേക്ക് വരേണ്ടതാണ്. അപ്പോൾ അവരെക്കുറിച്ചെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ തന്നെ ഒരു നിരീക്ഷണത്തിലേക്ക് പോകേണ്ടതുണ്ട്. അത് പോലീസിനെ കൊണ്ട് മാത്രം കഴിയുന്ന ഒരു കാര്യങ്ങളല്ല. കാരണം ഇത്തരൊരു ജനജാഗ്രത അപ്പോൾ അതിൽ അത്യാവശ്യമാണ്. ഈ റെസിഡൻസ് അസോസിയേഷനുകളുടെയും മറ്റും കൂട്ടായ ശ്രമങ്ങൾ ഇതിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാകേണ്ടതുണ്ട്. കാരണം അപരിചിതരായവരെ ഈ ഒന്നോ രണ്ടോ ദിവസവും ഈ പരിസരത്തെല്ലാം തന്നെ സ്ഥിരമായി കാണുമ്പോൾ അവരെ കൃത്യമായി നിരീക്ഷിക്കപ്പെടേണ്ടതുണ്ട്. പലപ്പോഴും ഈ രീതിയിൽ അവർ ഈ പരിസരങ്ങൾ നിരീക്ഷിച്ച ശേഷമാണ് പലപ്പോഴും ഈ കുട്ടികളടക്കമാണ് ഇവരുടെ ഒരു ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത്. കാരണം കേരളത്തിൽ ആ സ്ത്രീകൾ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നത് അത് ഒരു സാധാരണ കാഴ്ചയാണ്. അപ്പോൾ ഇവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഇവരിലാണ് കൂടുതൽ ശ്രദ്ധയിലേക്ക് വരികയും ചെയ്യുന്നത്. മാത്രമല്ല ഇവരൊരു പ്രവർത്തന രീതി എന്നെല്ലാം പറയുന്നത് പൈപ്പ് തുറന്നിട്ട് ഒരു പുറത്ത് ശ്രദ്ധയിൽ വാതിൽ തുറന്നിടാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കുക അതുപോലുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായും സ്ത്രീകളിലേക്കാണ് ഇവരൊരു ഉന്നമെത്തുന്നത്. അപ്പോൾ പകൽ സമയങ്ങളിൽ ഇത്തരം ഈ അസ്വാഭാവികമായി ഇവിടെ കാണുന്നവരെ, ചുറ്റുപാടുകളുള്ളവരെ, അപരിചിതരായവരെല്ലാം തന്നെ നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയാണ് പ്രധാനമായും വരുന്നത്. രാത്രി പെട്രോളിംഗ് ഉണ്ടാകാം, സ്വാഭാവികമായും പോലീസിൻ്റെ ഒരു ശ്രദ്ധയും കാര്യങ്ങളും ഉണ്ടാകാം. പക്ഷേ എങ്കിൽ കൂടിയും ഈ പകൽ സമയത്തെ ഒരു പരിശോധന എന്ന് പറയുന്നത് ജനങ്ങളുടെ കൂടെ ഒരു ഉത്തരവാദിത്വത്തിലേക്കും കാര്യങ്ങളും എല്ലാം തന്നെ വരേണ്ടതുണ്ട്. അങ്ങനെ ഈ രീതിയിൽ കറങ്ങി നടക്കുന്നവരെ കൂടുതലായിട്ട് നിരീക്ഷിക്കേണ്ടതുണ്ട്. കാരണം ആക്രി അത്തരം സാധനങ്ങൾക്ക് വേണ്ടി വരുന്നവരെ അസ്വാഭാവികമായി വീടിൻ്റെ പരിസരങ്ങളിൽ ഇടപെടുന്നതും നിരീക്ഷിക്കുന്നതും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവരെ കരുതലോടെ തന്നെ കാണേണ്ടതുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് തന്നെ പലരും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. എന്നാലും അത്തരമൊരു ഇടപെടലും എല്ലാം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പകൽ എവിടെയിരിക്കുന്നു, പകൽ അവരെന്ത് ജോലി ചെയ്യുന്നു, എന്താണ് അവരുടെ രീതി എന്നതെല്ലാം തന്നെ നിരീക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് കൊച്ചിയിലേക്കെല്ലാം വരികയാണെങ്കിൽ, ഈ പ്രദേശത്തേക്കെല്ലാം വരികയാണെങ്കിൽ ഒരുപാട് നിർമ്മാണ സംബന്ധിയായ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് കെട്ടിട നിർമ്മാണങ്ങളായാലും റോഡ്, ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. തൊട്ടടുത്ത് താമസിക്കുന്നവരെ പോലും ഇതാരെല്ലാം എവിടേക്കാണ് എന്നതുപോലും തന്നെ ആർക്കും അറിയാത്ത ഒരു അവസ്ഥയിലേക്കെല്ലാം കാര്യങ്ങളെല്ലാം കൊച്ചിക്ക് പുറത്തുള്ള ഈ പരിസരങ്ങളിലേക്കെല്ലാം തന്നെ മാറുന്നുണ്ട്. അപ്പോൾ കരുതലോടുകൂടി ഒരു അപരിചിതരെ കാണുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വളരെ ശ്രദ്ധേയമാണ്. എന്തായാലും ശരണ്യ, അതാണ് ഒരു ഭാഗത്ത് ഇതുണ്ടാക്കുന്ന ഭയം, ആശങ്ക, അതിനപ്പുറത്ത് ആശയക്കുഴപ്പവുമുണ്ട്. ഇപ്പോൾ ഡാനിപ്പോൾ സൂചിപ്പിക്കുന്ന പോലെ ഇപ്പോൾ നമ്മൾ മലയാളികൾ തന്നെ എത്രയോ ഇടങ്ങളിൽ പോയി ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചുറ്റും ഇതര സംസ്ഥാനത്ത് നിന്നുള്ള നിരവധിയായ ആളുകളുണ്ട്. അവരിൽ വലിയൊരു ശതമാനവും മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്നവർ ആണ്. പക്ഷേ ഇനിയിപ്പോൾ ഇത്തരം സംഘങ്ങൾ വ്യാപകമാകുമ്പോൾ എല്ലാവരെയും സംശയത്തിൻ്റെ കണ്ണോടുകൂടി നോക്കിക്കാണേണ്ട ഒരു സാമൂഹിക അവസ്ഥയുണ്ടാകും. യഥാർത്ഥത്തിൽ ആക്രി പിറക്കി ജീവിക്കുന്നവർ പോലും വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമുണ്ടാകും. ഇത് അത്തരത്തിലുള്ള വലിയ ആശയക്കുഴപ്പവും ഒക്കെ സൃഷ്ടിക്കുന്നില്ലേ? പോലീസ് സംഘത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ത്രെഡുകളിലേക്ക് പോകാൻ ഇപ്പോഴും പറ്റുന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ ആലപ്പുഴ പ്രദേശത്താണല്ലോ അധികവും ഇപ്പോൾ മോഷണം നടന്നിട്ടുള്ളത് ഈ ഘട്ടത്തിൽ.
നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണ രീതിയിൽ മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളെ കൂടി ഇത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്നലെ ചുങ്കത്ത് നിന്ന് കസ്റ്റഡിയിൽ പോലീസ് എടുത്ത ഒരാളുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ സമാനമായി തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലെത്തി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ വൈകുന്നേരം വരെ ചോദ്യം ചെയ്തതിനു ശേഷം പിന്നീട് പോലീസിന് വിട്ടയക്കേണ്ടി വന്നു. അത്തരത്തിൽ കുറെ ആളുകളെ നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അന്വേഷണ സംഘം. ഒപ്പം സ്വതന്ത്രമായി ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്കും ഇതൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ ആശങ്ക ജനങ്ങളിലുണ്ട്. ആ ജനങ്ങളിലെ ആശങ്ക അകറ്റേണ്ട സാഹചര്യമുണ്ട്. പലരും ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇടാൻ തുടങ്ങി. കാരണം കയ്യിൽ കരുതി ഓരോ ടോർച്ചും മറ്റ് സാധനങ്ങളും ഒക്കെ കരുതി, പ്രതിരോധത്തിന് വേണ്ടിയുള്ള വസ്തുക്കൾ കരുതിക്കൊണ്ട് രാത്രി കിടന്നുറങ്ങുന്ന രീതിയിൽ ഉള്ള ഫോട്ടോസ് വരെ ഇവിടെ ഫേസ്ബുക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രചരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. പോലീസിനെയും ഒപ്പം തന്നെ യുവജന സംഘടനകളെയും ഒക്കെ ചേർത്തുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് അങ്ങനെയൊക്കെ ഒരു കോർഡിനേഷനിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ആലപ്പുഴയിൽ പലയിടങ്ങളിലും മണ്ണഞ്ചേരിയിലും ആലപ്പുഴ നഗരത്തിലും ഒക്കെ പോകുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ മണ്ണഞ്ചേരിയിലാണെങ്കിൽ കിലോമീറ്ററുകൾക്കപ്പുറം കരിയിലക്കുളങ്ങരയിലും ഇവരുടെ സാന്നിധ്യം, ഹരിപ്പാടിനപ്പുറമാണ് കരിയിലക്കുളങ്ങര, അവിടെയും ഇവരുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പോലീസിനെ വട്ടം ചുറ്റിക്കുകയാണ് ഇവർ എന്നുള്ളതാണ്. എന്തായാലും പഴയ മോഷ്ടാക്കളെ അടക്കം വെച്ചിട്ട് അവരുമായി ഒക്കെ ബന്ധപ്പെട്ട് ഇവരാരാണ് എന്നുള്ളൊരു സൂചനയിലേക്കൊക്കെ പോലീസ് വരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ലഭ്യമാവുന്നുണ്ട്. പക്ഷേ നമ്മളൊരു പഴയ കേസ് ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ 19ഓളം കേസുകൾ കുറുവാ സംഘവുമായി ബന്ധപ്പെട്ട് അരൂർ മുതൽ പുന്നപ്ര വരെ ഒരു 1.5 വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസുകൾ ഒന്നും പ്രതികളെ പിടിക്കാനായി പോലീസിന് കഴിഞ്ഞിരുന്നില്ല എന്നതാണ്. ശരണ്യ, നമുക്ക് വരും വാർത്തകളിലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ റിപ്പോർട്ടുകൾ ഉൾപ്പെടുത്താം. തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമങ്ങൾ എന്ന കുപ്രസിദ്ധമായ ഗ്രാമങ്ങളിൽ നിന്ന് വലിയ സംഘമായി എത്തുന്ന മോഷണ സംഘം, അതിൽ ചെറുപ്പക്കാരുണ്ട്, പ്രായമായവർ ഉണ്ട്. പൊതുവായി അവർക്ക് ചില മോഷണ രീതികളും വസ്ത്രധാരണ രീതിയുമൊക്കെയുണ്ട്. മുട്ടിന് മുകളിൽ വരെ എത്തി നിൽക്കുന്ന നിക്കറോ പാൻറ്റോ ധരിക്കും. അതിന് മുകളിൽ കൈലിയോ ലുങ്കിയോ ഉണ്ടാകും. കയ്യിൽ കുറുവടികൾ ഉണ്ടാകും. വാൾ പോലെയുള്ള ആയുധങ്ങളുണ്ടാകും. ശരീരമാസകലം കരിപുരട്ടിയിട്ടുണ്ടാകും, എണ്ണ പുരട്ടിയിട്ടുണ്ടാകും. കായികമായി ഇവർക്ക് എതിരാളികളെ നേരിടാൻ ശേഷിയുണ്ട്. നിമിഷം കൊണ്ട് പ്രദേശത്ത് നിന്ന് മാറിപ്പോകാൻ പറ്റുന്ന തരത്തിലുള്ള കായിക ശേഷിയൊക്കെ ഉള്ളവർ ആണ്. എന്തായാലും ജാഗ്രത തുടരേണ്ട സാഹചര്യമാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തുന്ന ഇതര സംസ്ഥാനത്ത് നിന്നുള്ള മുഴുവൻ ആളുകളെയും സംശയത്തിന്റെ നിഴലിൽ കാണുന്നതും ശരിയല്ല. എന്തായാലും അന്വേഷണ സംഘത്തിന് അവരെ കണ്ടെത്താൻ സാധിക്കട്ടെ. കൂടുതൽ റിപ്പോർട്ടുകൾ വരും വാർത്തകളിൽ നമുക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യാം.